ഹായ് ഹലോ. നാളെ ഗുരുവായൂർ പോവുകയാണ്. പൊതുവേ ഗുരുവായൂർ പോവുക എന്ന് പറയുന്നത് തലേ ദിവസം ഭയങ്കര ടെൻഷനാണോ എക്സൈറ്റ്മെൻ്റ് ആണോ എന്താണെന്ന് പറയാൻ പറ്റില്ല. സമയം പോകുന്നില്ല, ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളൂ എനിക്കറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പം എനിക്ക് ഷുഗർ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഷുഗർ കൂടാൻ വേണ്ടിയിട്ട് കഴിച്ച ഫുഡ് എനിക്ക് പറ്റിയില്ല. ഭയങ്കര തലവേദന. അത് പൊതുവേ എപ്പോഴും ഉള്ളതാണ്. ഗുരുവായൂർ പോകുന്നതിൻ്റെ തലേ ദിവസം ഒരു തലവേദന. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് അല്ലെ ഒരു ആകാംക്ഷഭരിതമായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു ഫീലുണ്ടല്ലോ. ഒരു സന്തോഷമാണോ സങ്കടമാണോ എന്താന്ന് പറയാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പോൾ തലവേദനയ്ക്ക് ഞാൻ ഗുളികയൊക്കെ കുടിച്ചിട്ടുണ്ട്. ചിലപ്പം ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരവസ്ഥ വരെ ഉണ്ടാവും. അപ്പം ഞാനും വിചാരിച്ച് കുറവില്ലേ ഒന്ന് കാണിച്ചേക്കാം. നാളെ അത്രയും ലോങ് പോകേണ്ടതല്ലേ. ഇവിടുന്ന് 130-140 കിലോമീറ്റർ ഉണ്ട്. 3-3.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ഒരു 7 മണിക്കൂറുണ്ട് കേട്ടോ. വൺ സൈഡ് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ബ്ലോക്കും കൂടിയൊക്കെ ആകുമ്പം വെയിലും എല്ലാം കൂടിയായി ടയേർഡായി പോകില്ല. അതിനെക്കാട്ടി നല്ലത് ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി മൈഗ്രെയിൻ വരാതെ. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പം കണ്ടു എനിക്കൊന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അരുണെത്തിയില്ല. അരുണ് വന്നിട്ട് വേണം പോകാൻ. കാരണം ഇഞ്ചക്ഷൻ അടിച്ചാൽ കുറച്ച് മയക്കം ഉണ്ടാവും. ട്രമഡോള് ടെക്നോവും ഇത് രണ്ടും അടിക്കാറ്. ട്രമഡോൾ അടിച്ചാൽ സ്പോട്ടിന് ഉറങ്ങിപ്പോവും. അപ്പോൾ അവൻ വരട്ടെ, വന്നിട്ട് നോക്കിയിട്ട് കാണിക്കണമെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല കുറവുണ്ട് ഗുളിക കുടിച്ചപ്പം. എന്നാലും റിസ്ക് എടുക്കണ്ട, അത്രയും ദൂരെ പോകേണ്ടതല്ലേ. അതുകൊണ്ട് വന്നിട്ട് നോക്കട്ടെ. ചിലപ്പം ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. കുറേയൊക്കെ റിലാക്സ് ആവുന്നുണ്ട്. അപ്പം നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത്രയും ലോങ് ട്രാവൽ ചെയ്യേണ്ടതല്ലേ, അതാണ് ടെൻഷൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ തായാരോ കമൻറ്റ് ഇടുമോയെന്നറിയില്ല. ഗുരുവായൂരേക്ക് പോകുന്നത് കൊണ്ട് കൃഷ്ണൻ തന്ന പണിയാണെന്ന് എനിക്ക് പൊതുവേ ഉള്ളതാണ്. എന്താ പറയുക, ആകാംക്ഷഭരിതമായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തലവേദന വരും. എന്താണെന്നറിയില്ല. ഏതായാലും നോക്കിയിട്ട് വേണം കാണിക്കാൻ. എന്നെ കണ്ടാൽ തലവേദന ഉള്ളത് മാതിരിയും തോന്നൂല. പക്ഷെ നല്ല ബെറ്റർ ഉണ്ട് കേട്ടോ ഗുളിക കുടിച്ചിട്ട്. നോക്കട്ടെ, നോക്കിയിട്ടേ കാണിക്കുള്ളൂ. ഓക്കെ. അങ്ങനെ ദേ ഞാൻ പറഞ്ഞത് പോണം. അരുൺ വന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഒന്ന് കാണിച്ചാൽ, അഥവാ നാളെ പോകുന്ന പോക്കിൽ പല വേദനയായാൽ എന്ന് വിചാരിച്ചിട്ട് കാണിക്കാൻ പോവുകയാണ്. അങ്ങോട്ടൊക്കെ മഴ ഉണ്ടോ? ഇവിടെ നല്ല ഇടി വെട്ടുന്നുണ്ട്. മഴ പെയ്തു തുടങ്ങിയില്ല. ചെറുതായിട്ട് മഴ പെയ്യുന്ന സൗണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് പിള്ളേരെയും കൂട്ടി ഞാൻ മഴ ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. പോയി തൂസി വെച്ചിട്ട് വരാട്ടാ. ഇതാ ഗൈസ്, നല്ല മിന്നല ഇറങ്ങണ്ട. ഈ ലൈറ്റ് ഫ്ലാഷ് അടിക്കും പോലെ. അതൊരു 2 വീലറാണ്. ഇനി കാണുന്നുണ്ടാവില്ല. ഈ ബൈപ്പാസ് എത്തിയാ കാണിച്ചു തരാം. ജ്യൂസും ഒക്കെ കുടിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇവിടെ കിട്ടിയില്ലേ?
ഒളിഞ്ഞു പോയി. ഞാനിവിടെ തന്നെ ഓർമ്മല്ലേ നല്ലൊരു വേല അന്നേരം ഇപ്പൊ പിന്നെ ഞാൻ വേര് ടൂറിന് പോയാന്ന് തോന്നുന്നു. കഴിച്ചില്ല. ഞാൻ 2 പ്രാവശ്യം വിട്ടു. 1 പ്രാവശ്യം വിട്ടിട്ട് നല്ല മീനാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇഞ്ചക്ഷൻ ചെയ്തു തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എന്തായാലും ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി, കാരണം നാളെ ലോങ് പോകാനുള്ളതല്ലേ, ഇനി അതിൻ്റെ പുറത്തൊരു വിഷയം വേണ്ട വെച്ചിട്ട്. അപ്പോൾ ഓക്കെ, ടാറ്റ. ബൈ.